കൂടുതൽ ചെറുപ്പമായി മമ്മൂക്കയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കുന്ന പദയാത്ര എന്ന സിനിമയുടെ ലൊക്കേഷനിലെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അടുത്തിറങ്ങിയ സിനിമകളിൽ കണ്ടതിനേക്കാളും കൂടുതൽ ചെറുപ്പമായ ലുക്കിലാണ് മമ്മൂക്കയെ ഫോട്ടോകളിൽ കാണാൻ കഴിയുന്നത്. ഡ്രാമ ഗണത്തിൽപ്പെടുന്ന പദയാത്ര 45 ദിവസത്തെ ഷൂട്ടുണ്ട്. ഇതിൽ 30 ദിവസമാണ് മമ്മൂക്കയ്ക്കുള്ളത്. അനന്തരം, മതിലുകൾ, വിധേയൻ എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടി അടൂർ ടീം ഒന്നിക്കുന്ന പദയാത്രയിൽ ഗ്രേസ് ആന്റണി, ഇന്ദ്രൻസ്, അലൻസിയർ, മധുബാൽ, നന്ദു തുടങ്ങിയവർ ഭാഗമാകുന്നുണ്ട്. പദയാത്രയ്ക്ക് ശേഷം മമ്മൂക്ക അഭിനയിക്കുന്നത് ബ്ലോക്ക് ബസ്റ്ററായ അമരന് ശേഷം രാജകുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന പടത്തിലാണ്. D55 എന്ന താൽക്കാലിക പേരിൽ അറിയപ്പെടുന്ന സിനിമയിൽ ഏപ്രിൽ മാസത്തോടെ മമ്മൂക്ക ജോയിൻ ചെയ്യും. മമ്മൂക്കയും ധനുഷും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ എത്തുമെന്ന് പറയപ്പെടുന്ന ഈ സിനിമയിൽ 2 നായികമാരാണുള്ളത്. സുധാ കൊങ്ങര സംവിധാനം ചെയ്ത പരാശക്തി എന്ന സിനിമയിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീലീലയും സായി പല്ലവിയുമാണ് D55-ൽ നായിക വേഷത്തിലെത്തുന്നത്. ധനുഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഗോഡ് ഫാദറായാണ് മമ്മൂക്ക അഭിനയിക്കുന്നത് എന്നാണ് വിവരം. കമ്മത്താൻ കമ്മത്ത് എന്ന സിനിമയിൽ ധനുഷ് ചെറിയ വേഷം ചെയ്തിരുന്നു. മമ്മൂക്ക കൂടി ഭാഗമായാൽ സൗത്ത് ഇന്ത്യയിലെ പ്രധാന പ്രോജക്റ്റുകളിൽ ഒന്നായി മാറും. ഇതിനുശേഷം മെയ് മാസത്തിൽ മമ്മൂക്ക നിതിൻ സഹദേവൻ സിനിമ ആരംഭിക്കും. വലിയ കാത്തിരിപ്പിൽ ആരാധകർ ഉറ്റുനോക്കുന്ന ഈ പ്രോജക്റ്റ് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ഏറ്റവും വലിയ സിനിമയായിരിക്കും. പേര് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മമ്മൂക്ക ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. മാസ് ആക്ഷൻ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ ചിത്രം സാധാരണ ഗ്യാങ്സ്റ്റർ പടത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ സിനിമയിൽ മമ്മൂക്കയ്ക്ക് നായികയില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പകരം 9 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കും കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രം. ഈ കുട്ടിയെ കേന്ദ്രീകരിച്ച് കേരള തമിഴ്നാട് അതിർത്തിയിലായിട്ടാണ് ഈ കഥ വികസിക്കുന്നത്. നാടൻ ശൈലിയും സ്റ്റൈലിഷുമായ ഘടകങ്ങൾ ചേർത്തായിരിക്കും ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.